ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന് നാരായണീയം ദശകം 23, ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകം 5. തം നാരദസ്തു സമമംഗിരസാദയാലുഃ സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചനവിധൗ നൃപതിം ന്യയുങ്ക്ത. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. തം നാരദ തു ചേർത്തിട്ട് നാരദസ്തു സമം അങ്കിരസ സമമങ്കിരസ ദയാലു സംപ്രാപ്യ ചേർത്തിട്ട് ദയാലു സംപ്രാപ്യ. ഇവിടെ നാരദ എന്നുള്ള ദ എന്നാണ്. ദയാലു എന്നുള്ള സ്ഥലത്ത് ദയയിലത്തെ ദ. സംപ്രാപ്യ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. താവത് ഉപദർശ്യ താവതുപദർശ്യ താവതു ദയ എന്നുള്ളതിലത്തെ ദ എന്നാണ്. ഉപദർശ്യ എന്നുള്ളതിൻ്റെ ദ എന്നും ദയ എന്നുള്ളതിലത്തേണ്. സുതസ്യ ജീവം കസ്യാസ്മി കസ്യ അസ്മി ചേർത്തിട്ട് കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ കാത്താന്നാണ്. ത്യക്ത്വാ എന്നുള്ള ചിഹ്നം ദീർഘം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ത്വദർച്ചന വിധൗ ഇവിടെ അതേപോലെ ത്വ എന്നുള്ള ചിഹ്നം. ത്വദർച്ചന ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. ത്വദർച്ചന വിധൗ ധ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിധൗ എന്നുള്ളതിൻ്റെ ധൗന്ന്. നൃപതിം നൃപതിം വള്ളി മുർക്കം നൃപതിം ന്യയുങ്ക്ത ന്യയുങ്ക്ത ത എന്നുള്ളത് കാത്താന്നാണ്. അങ്ങനെ നിർത്താം. തം നാരദസ്തു സമമംഗിരസാ ദയാലുഃ സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചനവിധൗ നൃപതിം ന്യയുങ്ക്ത. അടുത്തത് 6ാമത്തെ ശ്ലോകം. സ്തോത്രം ച മന്ത്രമപി നാരദതോത്ഥലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. സ്തോത്രം ച ചേർത്തിട്ട് സ്തോത്രം ച ഞാ ച എന്നാണ്. മന്ത്രം അപി ചേർത്തിട്ട് മന്ത്രമപി. നാരദത അഥ ചേർത്തിട്ട് നാരദതോഥ. നാരദതോന്ന് നീട്ടിയിട്ട് ഥ എന്ന് പറഞ്ഞാൽ മതി. ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. തോ എന്നുള്ള അതിൻ്റെ താന്ന് ഫസ്റ്റിലെ ത എന്നാണ്. ഥ എന്നുള്ളത് കഥ എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്. നന്നായിട്ട് ഊന്നി പറയണം. ലബ്ധ്വ ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ലബ്ധ്വ നവള ചിഹ്നം ദീർഘം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം വിദ്യ എന്നുള്ള ദ്ന്ന് ദയയിലത്തെ ധരാധി എന്നുള്ളത് 2 സ്ഥലത്ത് ധാന്ന് ഊന്നി പറയാനുള്ളതാണ്. പതിതാം പതിതാം ത എന്നുള്ളത് ഫസ്റ്റിലെ ത. സ ഹി സപ്തരാത്രേ നീട്ടിയിട്ട് ലബ്ധ അപി അകുണ്ഠമതിർ അന്വഭജത് ചേർത്തിട്ട് ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജത്. ലബ്ധ്വ എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അകുണ്ഠമതിർ എന്നുള്ളതിൻ്റെ നാട്ട എന്നാണ്. നന്നായിട്ട് ഊന്നി പറയണം. വൈകുണ്ഠം എന്നൊക്കെ പറയണ പോലെ. അന്വഭജത് ഭവന്തം ഭ എന്നുള്ള 2 സ്ഥലത്തും നന്നായിട്ട് ഊന്നി പറയണം. ഭജത് ഭവന്തം
അങ്ങനെ നിർത്താം. സ്തോത്രം ച മന്ത്രമപി നാരദദോऽഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതിരന്വഭജദ്ഭവന്തം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.